ബ്ലാസ്റ്റേഴ്സ് ഒടുവിൽ നവോച്ച സിംഗിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുകയാണ്. അത്യാവശ്യം മികച്ച പ്രകടനം കാഴ്ച വെക്കുന്നുണ്ട്. എന്നാലും മറ്റു ഡിഫൻസിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് ബ്ലാസ്റ്റേഴ്സിന് എത്ര ആരാധകരിൽ നിന്ന് വളരെ വിമർശനം വെക്കുന്ന സമയത്ത് പോലും നവോച്ച സിംഗിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ്. നവോച്ച കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയ നവോച്ച ലോണിലാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ വർഷം ഒരു വർഷത്തെ കോൺട്രാക്റ്റ് പുതുക്കി 2025 വരെ. ഇപ്പോൾ ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് 2028 വരെ നവോച്ചയുടെ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ്. അപ്പം നവോച്ചയുടെ ആദ്യ പ്രതികരണം നമുക്കൊന്ന് നോക്കാം. അപ്പം നവോച്ച പറയുന്നത് ഈ ക്ലബ്ബുമായിട്ട് കരാറ് പുതുക്കിയതിന് താൻ നന്ദി പറയുകയാണ് ക്ലബിൻ്റെ കൂടെ. അത് താൻ സന്തുഷ്ടവാനാണ്. അതുപോലെ തന്നെ ഈ ക്ലബിന് വേണ്ടി കളിക്കണം, അതുപോലെ തന്നെ ആരാധകർക്ക് വേണ്ടിയും കളിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നെ വിശ്വസിച്ച എൻ്റെ ഹെഡ് കോച്ചിനും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾക്കും ക്ലബ് മാനേജ്മെൻറ്റിനും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നവോച്ച പ്രതീക്ഷിക്കുന്നുണ്ട് ക്ലബിൻ്റെ അതിൻ്റെ പിന്തുണക്കാർക്ക് നൽകുന്നതിന് ഓരോ ഘടകങ്ങൾക്ക്. അതുപോലെ തന്നെ എൻ്റെ കൂടെ കളിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അപ്പം നല്ലൊരു എൻ്റെ ഏറ്റവും മികച്ചത് തന്നെ കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് നവോച്ച സിംഗ് പറയുന്നു. ഇത് കഴിഞ്ഞ് നമ്മുടെ SD-യുടെ വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. SD പറയുന്നത്, നവോച്ച ഞങ്ങളുടെ ക്ലബിൽ ചേർന്ന നിമിഷം മുതൽ എല്ലാ ദിവസവും അവൻ മികച്ചതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം അവൻ്റെ വിശ്വാസത്തിലും ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. അപ്പം അവനോടുള്ള വിശ്വാസത്തിൽ SD-യും പിന്നെ മാനേജ്മെൻറ്റും വളരെ സന്തുഷ്ടവാന്മാരാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനാണ് നവോച്ച എന്നും കൂടി പറയുന്നുണ്ട്. അടുത്ത 3 വർഷത്തിൽ മികച്ച പ്രകടനം നവോച്ചയുടെ ഭാഗത്ത് കാണുമെന്ന് തന്നെ കരോളിസ് ഇവിടെ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത 3 സീസണുകളും മികച്ച പ്രകടനം തന്നെ നവോച്ചയുടെ ഭാഗത്തുനിന്നും കിട്ടട്ടെ എന്ന് തന്നെ SD-യും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കരോളിസിൻ്റെ വാക്കും അങ്ങനെയാണ്. അപ്പോൾ ഇത്ര മികച്ച ഒരു കോൺട്രാക്റ്റ് ചെയ്തെങ്കിലും ആൾക്കാരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പതിവ് ശൈലിയാണ്. പക്ഷേ അവർ ഇത്തവണ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഫാൻസും. അതുകൊണ്ട് ഇങ്ങനത്തെ കോൺട്രാക്റ്റ് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ജനുവരി ട്രാൻസ്ഫറിലും മികച്ച പ്ലേയേഴ്സിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സിന് കയറാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു മികച്ച സൈനിങ്സ് ഒക്കെ ജനുവരി ട്രാൻസ്ഫർ ഉണ്ടാവട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.